ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൽബിയെ നേരെ സോണി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൽബിയുടെ തലയൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അവർ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടാണുള്ളത്. അപ്പം ആൽബി സമാധാനിപ്പിക്കുന്നുണ്ട്, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, കുറച്ച് ചോര വാർന്നു പോയതല്ലേ, അത് സാരമില്ല. അപ്പം സങ്കടത്തോടെ സോണി പറയുന്നുണ്ട്, എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ ആൽബിയേട്ടാ. അപ്പോൾ ആൽബി പറയുന്നുണ്ട്, നമ്മുടെ സമയം മോശമാകുമ്പോൾ ഇതുപോലെയൊക്കെ സംഭവിക്കും സോണി, ഏതായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. സോണി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ പേടിച്ചു പോയി കേട്ടോ. അപ്പോൾ ആൽബി പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മുടെ കല്യാണം കഴിഞ്ഞതോടുകൂടി നമുക്ക് മാത്രമല്ല എല്ലാവർക്കും സന്തോഷമുണ്ടായിരുന്നു. മൊത്തത്തിൽ നമ്മുടെ രണ്ട് കുടുംബക്കാരും ഹാപ്പി ആയിരുന്നു. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ എല്ലാവരും സന്തോഷിക്കുമ്പോൾ അത്രയ്ക്കൊന്നും വേണ്ടാന്ന് കർത്താവിന് തോന്നും. അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോഴും സോണി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ആൽബി ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും അറിയിച്ചോ? കിരണേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, അവരിപ്പോൾ ഉടനെ എത്തും. അപ്പം ആൽബി പറയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല, ഇന്ന് രാത്രി എന്തായാലും കഴിഞ്ഞിട്ട് നാളെ അറിയിച്ചാൽ മതിയായിരുന്നു. ഈ രാത്രിയിൽ അവരെ എന്തിനാ ശല്യം ചെയ്തേ? പറയാതെ പിന്നെ എനിക്ക് ആ സമയത്ത് എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ അറിയാത്തൊരവസ്ഥയായിപ്പോയി. പിന്നെ എനിക്ക് വിഷമം ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ അമ്മയും അച്ഛനെയൊന്നല്ല വിവരം അറിയിക്കുന്നേ, ആദ്യം കിരണേട്ടനോടും കല്യാണിയോടും ആ വിവരം പറയുന്നേ. അവരടുത്തുണ്ടെങ്കിൽ ഒരാശ്വാസമാണ്. അതിനുശേഷം ആൽബിയുടെ വേദന കാണുമ്പോൾ സോണി ചോദിക്കുന്നുണ്ട്, നല്ല വേദനയുണ്ടല്ലേ? ഇപ്പോൾ പെയിൻ കില്ലറൊക്കെ തന്നതല്ലേ, അതുകൊണ്ട് അത്ര വേദനയില്ല, ഇനി അതിൻ്റെ എഫക്റ്റ് വിടുമ്പോഴേ വേദന വരുള്ളൂ. അപ്പോഴും സോണി ആൽബിയുടെ കൈകൾക്കുള്ളിൽ കൈകൾ വെച്ച് ചേർത്ത് പിടിക്കുകയാണ്. അതേസമയം വിക്രം മോഷണമൊക്കെ കഴിഞ്ഞിട്ട് ബൈക്ക് ഓടിച്ച് വീട്ടിലേക്ക് വന്ന് കയറുന്നുണ്ട്. അവൻ ചുറ്റിലും കണ്ണോടിച്ചുകൊണ്ട് ആരെങ്കിലും കാണുന്നുണ്ടോ അല്ലെങ്കിൽ ശരണ്യ അറിയുന്നുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടാണ് വരുന്നത്. വിക്രത്തിൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ട സമയത്ത് ശരണ്യ വാതിലിൻ്റെ പിന്നിൽ നിന്നും വിചാരിക്കുന്നുണ്ട്, ഇവൻ ഈ സമയത്ത് എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വരുവാണല്ലോ. വിക്രാണെങ്കിൽ തിരക്ക് പിടിച്ചിട്ടാണ് അകത്തേക്ക് കയറി പോകുന്നതും. സോണിക്ക് കരച്ചിൽ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആൽബി അപ്പോഴും സമാധാനിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, സാരമില്ലടോ. അപ്പോഴേക്കും കിരണും കല്യാണിയും കൂടെ വെപ്രാളത്തോടെ ഓടിപ്പാഞ്ഞ് വരുന്നുണ്ട്. അപ്പം കിരണെ കണ്ടപ്പോഴേക്കും സോണിയുടെ സങ്കടം ഒന്നുകൂടെ ഇരട്ടിക്കുകയാണ്. കിരണേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പം അവന് സമാധാനിപ്പിക്കുന്നുണ്ട്, മോളെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം ആൽബിയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആൽബി എന്താ പറ്റിയത്? ആൽബിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം എത്ര വേദന ഇല്ലയെന്ന് പറഞ്ഞാലും തലയുടെ വേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അപ്പം സോണി വേഗം പറയാണ്, മോശം ശ്രമമായിരുന്നു ഏട്ടാ, ഞങ്ങൾ ഉണർന്നതുകൊണ്ട് ആൽബി ഏട്ടൻ്റെ തലക്കടിച്ച് പോയതാ. അപ്പം വേദനയോടുകൂടി തന്നെ ആൽബി പറയുന്നുണ്ട്, പെട്ടെന്നുള്ള ആക്രമണമായിരുന്നു, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ കല്യാണി സങ്കടത്തോട് ചോദിക്കുന്നുണ്ട്, അവന്മാരുടെ മുഖം കണ്ടില്ലേ? ഇല്ല കല്യാണി, അവന്മാർ മുഖം മൂടി ധരിച്ചാ വന്നത്. സോണി കരഞ്ഞുകൊണ്ട് പറയാണ്. കരഞ്ഞുകൊണ്ട് തന്നെ സോണി പറയുന്നുണ്ട്, വീട്ടിനകത്ത് സ്വർണ്ണം ഉണ്ടായിരുന്നു, അതെടുക്കാനാണ് വന്നത്, പപ്പയും മമ്മിയും ഇല്ലായിരുന്നു, ഒരു ബന്ധുവിൻ്റെ വീട്ടിലാണ് പോയത്, ചാരുമോളെയും കൂട്ടിയിട്ടാണ് പോയത്. അപ്പം കിരൺ പറയുന്നുണ്ട്, അഗസ്റ്റിൻ അങ്കിൾ വിളിച്ചായിരുന്നു, നിങ്ങളെ തനിച്ചാക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ഒരു യാത്രക്ക് പോയത്. അപ്പം കിരൺ പറയുന്നുണ്ട്, ഇപ്പോൾ ആൽബിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ അവരെ വിളിച്ച് വിവരം പറയണ്ട. അപ്പോഴും സോണി കരഞ്ഞുകൊണ്ട് പറയാണ്, അപ്പോഴത്തെ വെപ്രാളത്തിന് ഞാൻ ആൽബിയേട്ടനെയും കൊണ്ട് ഇങ്ങോട്ട് പോരുമായിരുന്നു, എന്ന് വെച്ചാൽ അതുപോലെയാണ് തലേന്ന് ബ്ലഡ് പോയിക്കൊണ്ടിരുന്നത്. വാതിലടക്കാനൊന്നും നിന്നിട്ടില്ല, ഇനി അവർ തിരിച്ച് വീണ്ടും കയറിയൊന്നും അറിയില്ല. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, സ്വർണം കൊണ്ടുപോവുകയാണെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ, അവന്മാർ എന്തിനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ ചെയ്തത്? അപ്പോൾ സോണി പറയാണ്, അവന്മാർ ആ നേരത്ത് അതൊന്നും നോക്കത്തില്ലല്ലോ ഏട്ടാ. അതിനുശേഷം സോണി പറയുന്നുണ്ട്, അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും വീട്ടിൽ കയറിയത്, കല്യാണം കഴിഞ്ഞെന്നും വീട്ടിൽ സ്വർണം കാണുമെന്നും അറിയാവുന്ന ആരോ. അപ്പോൾ ആൽബിൻ പറയുന്നുണ്ട്, അങ്ങനെ വരാനേ വഴിയുള്ളൂ, എന്തായാലും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിയത് കൊണ്ട് രക്ഷപ്പെട്ടു, ഇയാൾക്ക് ഡ്രൈവിംഗ് അറിയാവുന്നത് ഗുണകരമായി. അപ്പോൾ കിരണും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഏതായാലും ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല കല്യാണി, അച്ഛനെ അറിയിക്കണം, എന്നിട്ട് അടുത്ത 24 മണിക്കൂറിനകം ഇതാരാണ് ചെയ്തതെങ്കിലും അവനെ പിടിക്കണം. അതേസമയം പ്രകാശനും അമ്മയും ഇരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് വിക്രം പറയുന്നുണ്ട്, ഇനിയിപ്പോൾ മുന്നും പിന്നും നോക്കാനൊന്നുമില്ല, എത്രയും പെട്ടെന്ന് ഒരു വാടക വീടെടുത്ത് നമുക്ക് ഇവിടുന്ന് മാറിയേക്കാം, അതിപ്പോൾ ഇനി അന്യനാട്ടിൽ പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അമ്മമ്മ ചോദിക്കുന്നുണ്ട്, അതിനിപ്പോൾ നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ മോനെ? ആ സമയത്തൊന്നും പ്രകാശനൊന്നും പറയാതെ ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. അപ്പം വിക്രം ദേഷ്യത്തോടെ പറയാണ്, പൈസയെക്കുറിച്ചൊന്നും നിങ്ങളിപ്പോൾ ചിന്തിക്കണ്ട, അതൊക്കെ താനേ വന്നോളും, അതിനുള്ള മാർഗമൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും പ്രകാശൻ ചാടി എഴുന്നേറ്റ് ചോദിക്കുകയാണ്, എന്തോന്ന് മാർഗം നീ നോക്കാൻ പോകുന്നത്? നേരത്തെ പോലെ കക്കാനും മോഷ്ടിക്കാനുള്ള മാർഗ്ഗമാണോ? എടാ, മോഷ്ടിക്കാനാണോ മറ്റേ നിന്റെ പരിപാടിയെങ്കിൽ ഞങ്ങളെ നീ ജീവനോടെ കാണില്ല, പറഞ്ഞേക്കാം. അപ്പം വിക്രം ദേഷ്യത്തോടെ നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, പണം വരുന്ന വഴി എന്തിനാ അച്ഛൻ ആലോചിക്കുന്നേ? ഹോ, ഈ നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി. പ്രകാശനും അത് നിർബന്ധമുള്ള കാര്യം തന്നെയാണ്, പക്ഷേ മോഷണം, അതായത് വിക്രം മോഷണം നടത്തുന്നതിനോട് അയാൾക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. അപ്പം അമ്മൂമ്മയും പറയുന്നുണ്ട്, മോനെ നീ അക്രമമൊന്നും കാണിക്കല്ലേടാ, ഇവിടുന്ന് പോകുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്, പക്ഷേ ഇവിടുന്ന് പോയതിന് ശേഷം നീ ജയിലിലോ മറ്റോ പോയാൽ പിന്നെ നീ അവിടുന്ന് വരുന്നതിന് ശേഷം ഞങ്ങളെ ഒന്നും കാണാൻ പറ്റില്ല. കുറച്ചു നേരം മിണ്ടാതെ നിന്നതിന് ശേഷം വിക്രം പറയുന്നുണ്ട്, ഞാൻ രണ്ടും കൽപ്പിച്ചാണ് പോകുന്നത്, ഇവിടെയുള്ള ഒരുത്തിയുടെ ഭീഷണി സഹിച്ചിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല.
അവൾ എന്നെ ജയിലിലേക്ക് പറഞ്ഞു വിടുന്ന ഉറപ്പായ ഞാൻ അവളെ കൊല്ലും. വിക്രത്തിൻ്റെ സംസാരം കേട്ട സമയത്ത് അമ്മൂമ്മയ്ക്കും പ്രകാശനും ഒരുപോലെ തന്നെ ഷോക്ക് ഉണ്ടാവുകയാണ്. കുറച്ചു നേരത്തെ അമ്പരപ്പിന് ശേഷം അമ്മൂമ്മ ചോദിക്കുന്നുണ്ട്, അല്ല നീ എങ്ങനെ കൊല്ലൂന്നാ? എടാ, നേർക്ക് നേരെ നിന്ന് അവളോട് തല്ലുകൂടാൻ പോലും നിന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ. അവള് കരാട്ടക്കാരിയാണ്, ഒരു വാൺ ചെയ്യുന്നത് പോലെയാണ് അമ്മൂമ്മ പറയുന്നത്. അപ്പോൾ വിക്രം ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഏത് കരാട്ടക്കാരിയാണെങ്കിലും അവൾ രാത്രി കിടന്ന് ഉറങ്ങുമല്ലോ, അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവളുടെ ജീവൻ ഞാൻ എടുത്തിരിക്കും. അപ്പോൾ പ്രകാശം പറയുന്നുണ്ട്, എടാ നീ വേണ്ടാത്തൊന്നും ചിന്തിച്ച് കൂട്ടല്ലേ, തൽക്കാലം നമുക്ക് വേറെ ഏതെങ്കിലും വീട് വാടകയ്ക്ക് എടുക്കാൻ നോക്കാം, എന്നിട്ട് ഇവിടുന്ന് മാറാം. തൽക്കാലം അതൊന്ന് സെറ്റാകുന്നവരെ നീ ഒന്ന് സമാധാനത്തോടെ ഇരിക്കേ, അതുവരെ ഇതൊക്കെ സഹിച്ചേ പറ്റൂ. ആ കല്യാണിയും സോണിയും അവളുടെ ഭർത്താവും ഒക്കെ ഇവിടെ വന്ന് വിരുന്നുണ്ടതിന് ശേഷം എനിക്കിവിടെ ജീവിക്കാനുള്ള ജീവിതമേ മടുത്തടാ. എത്രയെന്ന് വെച്ചിട്ട് സഹിച്ചു നിൽക്കുക. ഞാനിങ്ങനെ നിൽക്കുന്നത് നീ ഇതിനു മുമ്പേ കണ്ടിട്ടുണ്ടോ? അപമാനത്തോടു കൂടിയാണ് പ്രകാശ് സങ്കടത്തോടെ പറയുന്നത്. അപ്പം വിക്രം കേട്ട് നിൽക്കുകയാണ്, കാരണം അവനും അത് അപമാനം ഉണ്ടാക്കിയൊരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ അതിനുശേഷം പ്രകാശം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മക്കളെ, നേരായ മാർഗത്തിൽ നീ എന്ന് കാശുണ്ടാക്കി വരുന്നോ അന്ന് നിന്നോടൊപ്പം ജീവിക്കാൻ ഞങ്ങളും വരും. ഒരു നേരത്തെ ആഹാരമാണെങ്കിൽ ഒരു നേരത്തെ ആഹാരം അത് മതി. പക്ഷെ ഇവളെപ്പോലെ ഒരുത്തിയുടെ കൂടെ ജീവിക്കണ്ടടാ, നീ ജീവിക്കണ്ട, ഞങ്ങൾക്കും ജീവിക്കാൻ പറ്റത്തില്ല. അതും പറഞ്ഞുകൊണ്ടാണ് പ്രകാശൻ അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം അമ്മൂമ്മ പോയിട്ട് വിക്രത്തിനോട് പറയുന്നുണ്ട്, എടാ മോനെ, അവൻ്റെ നെഞ്ച് ഏതാണ്ട് നിൽക്കാറായടാ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആ സമയത്ത് വലിഞ്ഞ മുറുകിയ മുഖത്തോടെ നിന്നുകൊണ്ട് വിക്രം ചിന്തിക്കുന്നുണ്ട്, ആൽബി എന്ന ഒരുത്തനെ കല്യാണം കഴിച്ചിട്ട് എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചവൾക്ക് തിരിച്ചടി കിട്ടിക്കഴിഞ്ഞു. കല്യാണിയും കാത്തു നിൽക്കുകയാണ് ശരണ്യ. കല്യാണി വന്ന സമയത്ത് ശരണ്യ പറയുന്നുണ്ട്, ഇന്നലെ അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് അവൻ വീട്ടിലേക്ക് തിരിച്ചു കയറി വന്നത്. ഈ സംഭവങ്ങളുടെ സമയങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അവനാണോ ഇതിന് പിന്നിലെന്ന് സംശയിക്കേണ്ടി വരും കല്യാണി ചേച്ചി. അപ്പം കല്യാണിയും പറയുന്നുണ്ട്, ഇന്നലെ ശരണ്യ ഞങ്ങൾക്കൊക്കെ വിരുന്ന് തന്നില്ലേ, അത് അവൻ്റെ മനസ്സിനെ മുറിപ്പെടുത്തി കാണും. അങ്ങനെയെങ്കിൽ കല്യാണം കഴിഞ്ഞ വീട്ടിൽ സ്വർണ്ണം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവനും അവൻ്റെ കൂട്ടുകാരും കൂടെ വന്നതാ. ആ സമയത്ത് ശരണ്യയുടെ മനസ്സിൽ വരുന്നത് അന്ന് അവളുടെ വീട്ടിൽ നടത്തിയ ഇതേ മോഷണ ശ്രമം തന്നെയാണ്. അന്ന് അവളുടെ ഭർത്താവിന് ഇതുപോലെ തലക്കടിച്ചിട്ടാണ് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഓർമ്മ മാഞ്ഞപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, എൻ്റെ ഏട്ടനെ ഇതുപോലെ തന്നെ തലക്കടിച്ചാണ് അവനന്ന് വീഴ്ത്തിയത്. സോണിയുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതിനിടയ്ക്ക് അവനും അവൻ്റെ കൂട്ടുകാരും ഇത് ചെയ്തതെങ്കിൽ അവനെ അങ്ങനെ വെറുതെ വിടരുത് കല്യാണി ചേച്ചി. അപ്പോൾ കല്യാണിയും പറയുന്നുണ്ട്, പോലീസിൽ നിന്നും ഫോറൻസിക്കിൽ നിന്നൊക്കെ ആളുകൾ ഉടനെ എത്തും. വിരലടയാളം എടുത്തു കഴിഞ്ഞാൽ ആരാണ് പ്രതിയെന്ന് പെട്ടെന്ന് മനസ്സിലാവും, പ്രത്യേകിച്ച് അവൻ്റെയൊക്കെ പേരിൽ കേസുള്ളത് കൊണ്ട്. അപ്പോൾ ശരണ്യം പറയുന്നുണ്ട്, ഞാൻ എന്തിനാ വിക്രത്തെ കല്യാണം കഴിച്ചതെന്ന് അവൻ അറിഞ്ഞിട്ടില്ല. ഇവിടെ അന്നത്തെ സംഭവം തന്നെയാണ് വീണ്ടും ആവർത്തിച്ചതെങ്കിൽ എല്ലാം വെളിപ്പെടുത്തണം ചേച്ചി. ഇനിയുള്ള കാലം അവൻ ജയിലിൽ കിടക്കണം. അപ്പം കല്യാണിയും പറയുന്നുണ്ട്, അത് ശരണ്യ എന്നോട് പറയണ്ട. ശരണ്യയുടെ കഥകൾ എന്നോട് പറഞ്ഞ് അത് കേട്ടപ്പോൾ തന്നെ അവൻ്റെ വിധി ഞാൻ കുറിച്ചിട്ടതാ. എൻ്റെ സോണിയെ കണ്ണീര് കുടിപ്പിച്ചത് അവനാണെങ്കിൽ, നിരപരാധിയായ ആൽബിയേട്ടനെ നോവിച്ചെങ്കിൽ ഉറപ്പാ ശരണ്യെ, ഇനിയുള്ള കാലം അച്ഛൻ മോനെ ജയിലിൽ പോയി കാണേണ്ടി വരും. എന്നെ തള്ളിക്കളഞ്ഞ അയാൾക്ക് ദൈവം കരുതി വച്ചിരിക്കുന്ന ഒരു ശിക്ഷയുണ്ട്. പെൺകുട്ടികളെ വെറുക്കുന്ന ഒരച്ഛന് ദൈവം കരുതി വച്ചിരിക്കുന്ന ശിക്ഷ, അത് അയാൾ അനുഭവിക്കുക തന്നെ വേണം. പെണ്ണിൻ്റെ കണ്ണീരിൻ്റെ ശക്തി എത്രയാണെന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലാവണം. ഇത് ഞാനങ്ങനെ വെറുതെ വിടില്ല ശരണ്യെ. ആരാണ് യഥാർത്ഥ പ്രതിയെന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്തിയിരിക്കും. ഇനി അവൻ്റെ അച്ഛനും അമ്മൂമ്മയും വന്ന് കരഞ്ഞെൻ്റെ കാല് പിടിച്ചാലും ശരി, ഇനി എൻ്റെ മനസ്സനങ്ങില്ല. എൻ്റെ മാത്രമല്ല, അവനെ പ്രസവിച്ച അവൻ്റെ അമ്മ പോലും പറയും, ഇനിയുള്ള കാലം അവൻ അഴിയണ്ണട്ടെ എന്ന്. അതിനുശേഷം കല്യാണി കിരണിൻ്റെ കൂടെ പുറത്തേക്ക് സഞ്ചരിക്കുന്ന സമയത്താണ് റോഡരികിലായിട്ട് വിക്രത്തിനെ കാണുന്നത്. അപ്പോൾ കിരണിനോട് പറയാണ്, ഒന്ന് വണ്ടി നിർത്തിക്കേ. എന്നിട്ട് വിക്രത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് വിളിക്കുന്നുണ്ട്, ഡാ എന്താ നിനക്ക് വേണ്ടത്? വിക്രം ചോദിക്കുക. ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു? അപ്പം വിക്രം കളിയാക്കിക്കൊണ്ട് പറയാണ്, ഊട്ടിയിൽ. അപ്പം ദേഷ്യത്തോടെ കല്യാണി പറയുന്നുണ്ട്, ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നെന്ന് എനിക്കറിയാം. വിക്രം വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമൊന്നുമില്ല, പിന്നെ എന്തിനിങ്ങനെ വഴി നിർത്തിയിട്ട് വേണ്ടാത്ത ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നേ? അപ്പം വിക്രത്തിൻ്റെ ഓരോ മുഖഭാവങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കല്യാണി പറയുന്നുണ്ട്, ഇപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ വേണ്ടാത്തതാണെന്ന് നിനക്ക് തോന്നും, പക്ഷെ നാളെ ചോദിക്കേണ്ടവർ ചോദിക്കുമ്പോൾ ഈ ചോദ്യത്തിനൊക്കെ നിനക്ക് അർത്ഥം ഉണ്ടാവും. അപ്പം വിക്രം ചെറുതായിട്ടൊന്ന് പതറുന്നുണ്ട്. വീണ്ടും കല്യാണി ചോദ്യം ആവർത്തിക്കുകയാണ്, ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു എന്ന്. ഓ, ചോദിക്കേണ്ടവർ ചോദിക്കട്ടെ, അപ്പോൾ ഞാൻ അവർക്ക് മറുപടി കൊടുത്തോളാം. വിക്രം ഒരു കൂസലുമില്ലാതെയാണ് വീണ്ടും പറയുന്നത്. അപ്പം കല്യാണി വെട്ടിത്തുറന്ന് പറയാണ്, ഇന്നലെ രാത്രി നീ സോണിയുടെ വീട്ടിലേക്ക് കയറി, എന്നിട്ട് നിന്റെ സകല വൃത്തികേടുകളും മനസ്സിലാക്കി സോണിയെയും അവളുടെ കുഞ്ഞിനെയും നോക്കുന്ന ആൽബിയേട്ടനെ നീ തലക്കടിച്ച് വീഴ്ത്തി. അപ്പോഴേക്കും വിക്രം നന്നായിട്ട് പതറുന്നുണ്ടായിരുന്നു. എന്നിട്ട് കല്യാണി അത് കണ്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത്, എന്നിട്ട് സ്വർണ്ണാഭരണങ്ങളും എടുത്ത് പൊയ്ക്കളഞ്ഞു. വിക്രം ശരിക്കും പെട്ട അവസ്ഥയിലായി. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തതെന്ന് ഇവർ മനസ്സിലാക്കിയല്ലോ എന്നുള്ളൊരു ഭാവം മുഖത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ട് തന്നെയാണ് കല്യാണി പറയുന്നത്, അത് പറഞ്ഞപ്പോൾ നിൻ്റെ മുഖത്ത് വന്ന മാറ്റങ്ങൾ കണ്ടില്ലേ? അപ്പം വിക്രം പെട്ടെന്ന് തന്നെ ദേഷ്യത്തോടെ പറയാണ്, പിന്നെ എനിക്കൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാവില്ലേ?
അപ്പോൾ കല്യാണി വലിഞ്ഞ മുറുകിയ മുഖത്തോടു കൂടി വിക്രത്തിനെ നോക്കി നിൽക്കുകയാണ്. അപ്പം വിക്രം വീണ്ടും കളിയാക്കിക്കൊണ്ട് വരും, അങ്ങനെ ഞാൻ അവനെ തലക്കടിച്ച് വീഴ്ത്തി സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് പോയെങ്കിലേ നീ കൊണ്ടുപോയി കേസ് കൊടുക്ക്. അവൻ്റെ തലക്കടി പറ്റിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അവൻ അതുപോലെയാ ചിരിച്ചുകൊണ്ട് എൻ്റെ കഴുത്തറുത്തത്. ഇനി അതുകൊണ്ട് ആരെങ്കിലും അവൻ്റെ തലക്കടിച്ച് പൊളിച്ചെങ്കിലേ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ചാവട്ടെ, എന്നിട്ട് അവൾ വിധവയാവട്ടെ, എന്നിട്ട് അച്ഛനില്ലാത്ത കൊച്ചിനെ അവൾ വളർത്തട്ടെ. അപ്പോഴേക്കും കല്യാണിയുടെ കൺട്രോൾ മൊത്തം നശിച്ചിട്ടുണ്ടായിരുന്നു. കല്യാണി അവനെ പൊതിരെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വിക്രം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, എന്താ നീ കാണിക്കുന്നതെന്നൊക്കെ. വിക്രം അടികൊണ്ട് നിലത്തൊക്കെ വീഴണം. അപ്പോഴേക്കും ആൾക്കാരൊക്കെ കൂടുന്നുണ്ട്. അപ്പോൾ കല്യാണിയോട് ചോദിക്കുകയാണ്, എന്താ കൊച്ചേ ഇത്? അപ്പം കല്യാണി പറയുന്നുണ്ട്, ഇവൻ മനുഷ്യനല്ല, മൃഗാണ്. മനുഷ്യൻ്റെ രൂപം മാത്രമുള്ള വേറെ എന്തോ ജീവിയായി ഇവൻ. അപ്പം അവർ സ്ത്രീകൾ ചോദിക്കുന്നുണ്ട്, എന്താടാ കൊച്ചനെ നീ കൊച്ചിനോട് ചെയ്തത്? അപ്പം വിക്രം പറയുന്നുണ്ട്, എൻ്റെ ചേച്ചി ഞാനൊന്നും ചെയ്തില്ല, വഴിയിൽ വെച്ച് കണ്ടപ്പോൾ എന്നെ തടഞ്ഞു നിർത്തി എന്നെ തല്ലുവാ, ഇതിൻ്റെ കാരണവും എനിക്കറിയില്ല. അപ്പം കല്യാണി ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, അറിയില്ലടാ, നിനക്ക് അറിയില്ലേ? അപ്പം വിക്രം വീണ്ടും പറയാണ്, സത്യമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് വിക്രം അവിടെ കൂടി നിൽക്കുന്നവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ തന്നെ നോക്ക്, ഇവിടെ എന്നെ എല്ലാം ചെയ്യുന്നത് നിങ്ങൾ തന്നെ കണ്ടതല്ലേ, എന്നിട്ട് ഞാൻ എന്തെങ്കിലും പ്രതികരിച്ചോ? അപ്പോൾ കല്യാണി പുച്ഛത്തോടെ പറയുന്നുണ്ട്, പ്രതികരിക്കാൻ നിനക്ക് പറ്റത്തില്ല, അതുപോലുള്ള തെറ്റുകളല്ല നീ ചെയ്തത്. അപ്പോൾ അവിടെ കൂടി നിന്ന സ്ത്രീകൾ ഒരാൾ ചോദിക്കുന്നുണ്ട്, എന്ത് തെറ്റാ ചെയ്തത്? അപ്പോൾ കല്യാണി ദേഷ്യത്തോട് അവരുടെ നേരെ തിരിഞ്ഞിട്ട് പറയുന്നുണ്ട്, അത് നിങ്ങളെ ഒന്ന് ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല, ഇവനെ ഫ്രോഡാ, ഭൂലോക ഫ്രോഡ്. എന്നിട്ട് വിക്രത്തിനോട് പറയാണ്, ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടത്തില്ലടാ, ഞാൻ സ്നേഹിക്കുന്നവരെ കണ്ണീര് കുടിപ്പിച്ചാലുണ്ടല്ലോ, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല. എന്നിട്ട് വീണ്ടും വിക്രത്തിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് ദേഷ്യത്തോടെ നിൽക്കുകയാണ്. വിക്രം അപ്പോഴും ഒന്നും ചെയ്യാതെ ആൾക്കാരോടൊക്കെ നോക്ക് എന്താന്നുള്ളൊരു അർത്ഥത്തിൽ കാണിച്ചു കൊടുക്കുകയാണ്. കല്യാണി പോയതിനു ശേഷം ആ സ്ത്രീ വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട്, ആരാ കൊച്ചനെ അത്? അപ്പോൾ വിക്രം ശബ്ദം താഴ്ത്തി പറയാണ്, പെണ്ണാണെങ്കിലും അവൾ ആളൊരു പെൺകുണ്ടയാ, കൈക്കൊക്കെ നല്ല കരുത്താ, അതിൻ്റെ അഹങ്കാരം ഈ കാണിക്കുന്നേ എന്നും പറഞ്ഞിട്ട് വിക്രം അവിടുന്ന് പോവുകയാണ്. അതുപോലെ തന്നെ കല്യാണി അവിടുന്ന് അവളുടെ കാറിൽ കയറി പോവുകയാണ്. പ്രകാശനോട് അമ്മ പറയുന്നുണ്ട്, ഇനിയും നീ നമ്മുടെ കുഞ്ഞിനെ കൂടുതൽ കുറ്റപ്പെടുത്തല്ലേടാ, അങ്ങനെ കുറ്റപ്പെടുത്തിയാ അവൻ ചിലപ്പോൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പോയെന്ന് വരും, പിന്നെ അതായിരിക്കും നമ്മുടെ സങ്കടം. അപ്പോൾ ഒന്നും പറയാതെ പ്രകാശം കേട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും വിക്രം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, കല്യാണിയുടെ തലക്ക് വാങ്ങിച്ചിട്ട്. വിക്രം വന്നിട്ട് അവിടെ ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ വിക്രത്തിൻ്റെ ആ നിൽപ്പ് നോക്കി നിന്നിട്ട് പ്രകാശം ചോദിക്കുന്നുണ്ട്, എന്താടാ നിന്റെ കവളിങ്ങനെ തുടുത്ത് കിടക്കുന്നത്? അപ്പോൾ അമ്മൂമ്മയും ചോദിക്കും, ആരെങ്കിലും തല്ലിയോടാ മക്കളെ നിന്നെ? ആ തല്ലി, അമ്മൂമ്മയുടെ കൊച്ചുമോള്, അച്ഛൻ്റെ ശത്രു കല്യാണി. അപ്പോഴേക്കും പ്രകാശം ചാടി എഴുന്നേൽക്കാണ്. എന്തിനാ അവൾ നിന്നെ തല്ലിയത്? ഇന്നലെ കല്യാണം കഴിഞ്ഞ് എടുത്തിട്ടുണ്ടല്ലോ സോണി, അവളുടെ വീട്ടിൽ ഇന്നലെ രാത്രി ആരൊക്കെയോ കയറി അവളുടെ ഭർത്താവിൻ്റെ തലതല്ലി പൊളിച്ചെന്നോ എന്തോ. അപ്പോൾ പ്രകാശനും അമ്മയും ഇതുപോലെ അമ്പരന്ന് കേട്ട് നിൽക്കുകയാണ്. അപ്പം വിക്രം പതറിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ സംശയിക്കുമല്ലോ, ഇതേ അതിൻ്റെ പ്രതികാരം തീർത്തതാ. അപ്പോൾ പ്രകാശൻ അങ്ങോട്ട് വലിഞ്ഞു മുറുകി ദേഷ്യം വരികയാണ്. ഏതെങ്കിലും വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചോ അവൾ അതിന് നിന്നെ തല്ലുവോ? ഇതങ്ങനെ ചോദിക്കാതെ വിട്ടാൽ പറ്റില്ലല്ലോ അമ്മേ, ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശം പോകാൻ നിൽക്കുമ്പോഴേക്കും അമ്മ ഇടയിൽ കയറുകയാണ്. നീ ഇപ്പം എങ്ങോട്ടേക്ക് പോവുക? നിനക്കിപ്പം പഴയതുപോലെ ആരോഗ്യമൊന്നുമില്ല, കല്യാണിയാണ് ഇവനെ തല്ലിയതെങ്കിലും നീ അങ്ങോട്ട് ചോദിക്കാൻ പോകുമ്പോൾ അവളുടെ ഭർത്താവായിരിക്കും നിന്നെ തല്ലിക്കൂട്ടി ചുരുട്ടിക്കൂട്ടി ഇങ്ങോട്ടേക്ക് വിടുന്നത്. ഇങ്ങോട്ട് വരാൻ പറ, അതിനൊന്നും അവനായിട്ടില്ല. അപ്പം അമ്മൂമ്മ വീണ്ടും പറയാണ്, എന്നാലും അങ്ങോട്ട് പോവണ്ട, നീ അസുഖക്കാരനാണിപ്പോൾ, അത് ഓർമ്മ വേണം. അപ്പോൾ പ്രകാശൻ ദേഷ്യത്തോട് വിക്രത്തിനോട് പറയുന്നുണ്ട്, എടാ അവൾ നിന്നെ തല്ലിയപ്പോൾ ഒരു തല്ലെങ്കിലും നിനക്ക് തിരിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നോ, ആണെന്ന് പറഞ്ഞ് നടക്കുന്നവൻ. അപ്പം വിക്രം പറയുന്നുണ്ട്, അവളുടെ കൈയുടെ ആരോഗ്യം അച്ഛന് നന്നായിട്ട് അറിയാവുന്നതാണല്ലോ, ഈ പാടുണ്ടല്ലോ, ഇത് കുറച്ചു കാലം ഇവിടെ തന്നെ കാണും. അപ്പോഴേക്കും പ്രകാശിൻ്റെ കയ്യിലിരുന്ന ഫോണ് ബെല്ലടിയാണ്. എടുത്തു നോക്കുന്ന സമയത്ത് ഷാരിയായിരുന്നു. ഹലോ, എവിടെ നിൽക്കുന്നത്? ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വരാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. അതിനുശേഷം വിക്രത്തിനോട് പറയുന്നുണ്ട്, ആ രാഹുലിൻ്റെ ഭാര്യയ്ക്കും മോൾക്കും എന്നെ ഒന്ന് കാണണമെന്ന്, ഞാൻ അങ്ങോട്ടേക്ക് പോവാം, നീയും കൂടെ എൻ്റെ കൂടെ വാ. അപ്പം വിക്രം ചോദിക്കുന്നുണ്ട്, ഞാനെന്തിനാ വരുന്നേ? വരണം, ഇപ്പം നമ്മളെല്ലാവരും കൂടെ അനുഭവിക്കുന്നവർ, അവരെ കൂടെ ഒന്ന് കാണിക്കാം നിൻ്റെ ഈ മുഖത്തെ ഈ പാട്, എന്നിട്ട് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോയെന്ന് അവരും കൂടെ പറയട്ടെ. വിക്രം അടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ പ്രകാശം വീണ്ടും വിളിക്കുന്നുണ്ട്, വാടാ നീ. അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പം അമ്മൂമ്മ വിചാരിക്കുന്നുണ്ട്, അച്ഛനും മോനും കൂടെ തല്ല് വാങ്ങിക്കുകയാണല്ലോ. വിക്രത്തിനെ കാണുന്ന സമയത്ത് ഷാരി അത്ഭുതത്തോടെ പറയുന്നുണ്ട്, എൻ്റെ ഈശ്വരാ, ഇത് എന്തൊരടിയാടെ അടിച്ചത്, രണ്ട് കവിളത്തും പാടാണല്ലോ. അപ്പോൾ സരയും പറയുന്നുണ്ട്, എനിക്കറിയാം അവളുടെ കയ്യിലെ തഴമ്പ്, എൻ്റെ കവിളത്തും അവൾ അടിച്ചിട്ടുള്ളതാ, ആ കൈ കവിളത്ത് പതിഞ്ഞാൽ പിന്നെ പാട് മാറാൻ കുറച്ച് സമയം പിടിക്കും. അപ്പോഴേക്കും പ്രകാശനും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്, വേണ്ടെന്ന് പറഞ്ഞ് നടക്കുക ഞാൻ, ഇത് 1-2 പ്രാവശ്യമല്ല, എത്രാമത്തെ പ്രാവശ്യം ഇതങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. അപ്പോഴേക്കും സരയു പറയുന്നുണ്ട്, അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇത് ഏറ്റവും വലിയ തെളിവാ അവൾക്കെതിരെ കേസ് കൊടുക്കാൻ. പെണ്ണാണെന്ന് കരുതി പൊതുനിരത്തിൽ വെച്ച് ഇവനെ തല്ലാൻ അവൾക്ക് എന്താ അവകാശമുള്ളത്? അത് ശരിയാ, ഷാരിയും പറയുന്നുണ്ട്, എന്നെ അവൾ തല്ലിയതിന് മതിയായ തെളിവുകളും ഉണ്ട്, സാക്ഷികളും ഉണ്ട്, വിക്രം പറയാണ്. അപ്പോൾ ഷാരി പറയുന്നുണ്ട്, ആ നിലക്ക് നിനക്ക് അവൾക്കെതിരെ കേസ് കൊടുത്തൂടെ? അല്ല അത് എന്നൊക്കെ വിക്രം പറയുമ്പോഴേക്കും ഷാരി പറയുന്നുണ്ട്, ഒന്നും ആലോചിക്കേണ്ട മോനെ, ഇപ്പം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം നിങ്ങൾ അച്ഛനും മോനും കൂടെ, എന്നിട്ട് അവൾക്കെതിരെ കേസ് ഫയൽ ചെയ്യണം.
അപ്പം വിക്രം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അല്ല അതിന് എനിക്ക് തന്നെ പണിയാവോ? അപ്പം സരയു ചോദിക്കുകയാണ്, അല്ല നീ എന്താണ് വിക്രം ആലോചിക്കുന്നത്? അപ്പം വിക്രം പതറിക്കൊണ്ട് പറയാണ്, അല്ല ഈ കേസും കോടതി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പൈസ ചിലവാവില്ലേ? അപ്പം ഷാരി പറയുന്നുണ്ട്, അതേക്കുറിച്ചൊന്നും നീ ആലോചിക്കണ്ട, ഇതിന് എത്ര പൈസ ചിലവായാലും അത് ഞങ്ങൾ തരാം. അപ്പോൾ പ്രകാശനും മോനും മുഖത്തോട് മുഖം നോക്കുകയാണ് സന്തോഷത്തോടെ. അപ്പം സരയു പറയുന്നുണ്ട്, അതെ, ഒരു ദിവസം അവൾ ജയിലിൽ കിടക്കണം. അപ്പോൾ ഷാരി സങ്കടത്തോടെ പറയാണ്, നിങ്ങൾക്കറിയില്ല എൻ്റെ രാഹുലേട്ടൻ്റെ അവസ്ഥ, അതൊക്കെ അറിഞ്ഞിട്ടും അവൾ ചിരിക്കുവാണ് അയലത്തെ വീട്ടിൽ നിന്നിട്ട്. അതിന് പകരം അവൾ വേദനിക്കണം, മനസ്സ് നൊന്ത് കരയണം, അവനും അവളും കൂടി. അപ്പോഴും പ്രകാശൻ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ടപ്പോൾ തന്നെ ഷാരി പറയുന്നുണ്ട്, ഇനി ഒന്നും ആലോചിക്കാനില്ല, ഇപ്പം തന്നെ നിങ്ങൾ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. ഇനി ആരുടെ ദേഹത്തും അവൾ ഇതുപോലെ കൈ വെക്കരുത്. കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം പ്രകാശനും പറയുന്നുണ്ട്, ശരിയാ, എൻ്റെ മോനെ അങ്ങനെ തല്ലി ചതച്ചിട്ട് അവൾ അങ്ങനെ തലയുയർത്തി നടക്കാൻ പാടില്ല. പോലീസ് സ്റ്റേഷനെങ്കിൽ പോലീസ് സ്റ്റേഷൻ, കേസെങ്കിൽ കേസ്. പ്രകാശൻ ഉറച്ച തീരുമാനത്തോടെ പറയുന്നത് നോക്കി ഷാരി സരയു സന്തോഷത്തോടെ നിൽക്കുകയാണ്. വിക്രത്തിന് ചെറുതായിട്ടൊരു പേടിയുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.